ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ചൂരയാണ് എടുത്തിരിക്കുന്നത്. ചൂര മീൻ കട്ടിങ് ആണ് ഇവിടെ കാണിക്കാം. നല്ല പച്ച ചൂരയാണ്, രണ്ടെണ്ണം ഉണ്ട്. ഇത്ര വലുതല്ല, ഇടത്തരം ചൂരയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ചിറകെല്ലാം കട്ട് ചെയ്തെടുക്കാം. എൻ്റെ വാല് കട്ട് ചെയ്യാം. വാല് ഇച്ചിരി കയറ്റി വെച്ചേ കട്ട് ചെയ്യാം. നമുക്കിൻ്റെ തലയും കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിതിനെ 3 കഷ്ണങ്ങളാക്കാം. ഇനി ഓരോ കഷ്ണം നമുക്ക് മുള്ളിൽ നിന്നും വാർന്നെടുക്കാം. കണ്ടോ, നടുക്ക് മുകളിൽ സൈഡ് ഞാൻ എന്താ വാർന്നെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊലി കളയാനായിട്ട് ഇങ്ങനെ വാർന്നെടുത്താൽ മതി, എളുപ്പമാണ്. അല്ലാതെ തൊലി കളയാൻ കുറേ സമയം എടുക്കും. ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. വേണ്ടോ, തൊലി പോയി കിട്ടി. തൊലിയൊക്കെ പോയി കണ്ടോ. അടുത്തത് അതുപോലെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. എന്നാൽ പെട്ടെന്ന് നമുക്കിത് കണ്ട തൊലി മാറിക്കിട്ടും. ഇതിനകത്തങ്ങനെ തൊലിയൊന്നുമില്ല. ഇതിൻ്റെ ആ വയറ്റിലെ അഴുക്കുണ്ടല്ലോ അതങ്ങ് മാറ്റും. കുറച്ച് മുകളിൽ പോയി അതും കിട്ടി. വളരെ പെട്ടെന്ന് നമുക്ക് ചൂര കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ. അല്ലാതെ നമ്മളത് തൊലി ഇരിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മാംസമെല്ലാം അങ്ങ് വല്ലാതാകും. ഇങ്ങനെ കട്ട് ചെയ്താൽ മാംസം നമുക്ക് അതുപോലെ കിട്ടും. നമുക്ക് എത്ര വലിപ്പമാണോ വേണ്ട ആ വലിപ്പത്തിനനുസരിച്ച് വാർന്നങ്ങ് എടുക്കണം തൊലിയിൽ നിന്ന്. ഒരു കഷ്ണം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് ഇനി അടുത്ത കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുള്ളിൻ്റെ ഇരുവശവും ഇങ്ങനെ വാർന്നെടുക്കും. അഴുക്കുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം, മുള്ളുണ്ടെങ്കിൽ അതും കളയാം. എല്ലാ കഷ്ണവും നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സാധാരണ നമുക്ക് മീൻ വെട്ടാനൊക്കെ ഒരുപാട് സമയം എടുക്കത്തില്ലേ. ഈ വലിയ മീനൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് എടുക്കും. ഇപ്പോൾ എല്ലാവരും കട്ട് ചെയ്താണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും
ഈ തോലൊന്നും അവർ കളയത്തില്ല. തൊലിയൊക്കെ കളയാതെ ചുമ്മാ കട്ട് ചെയ്ത് തരും. ആ തൊലി കളയണമെന്നുണ്ടെങ്കിൽ എളുപ്പം മാർഗ്ഗമായി കേട്ടോ. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ മീൻ വാങ്ങിച്ചിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചേക്കണം കേട്ടോ. വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വാലിൻ്റെ ഭാഗം ഒരു 2 കഷ്ണമാക്കാനുണ്ട്. 2 കഷ്ണമിട്ട് ഇനി നമുക്ക് തലയാണ്. തല നമുക്ക് ആദ്യമേ എൻ്റെ ചെകിളയൊക്കെ ഒന്ന് കളയാം. അത്രയ്ക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെകിളയൊക്കെ വലിച്ചെടുക്കാം. നമുക്കിതിൻ്റെ തൊലിയും ഇതുപോലെ വലിച്ചെടുത്ത് കളയാം. തലയിലെ തൊലി ഇളകാൻ ഇച്ചിരി പാടാട്ടോ. അതിലും നമുക്ക് ഇളക്കിയെടുക്കാം. ഇത്രേ ഉള്ളൂ. പിന്നെ കണ്ണ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. തലയും കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി അടുത്തതും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതും എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മീനെല്ലാം അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കഷ്ണങ്ങളാണ് കണ്ടോ. അതിൻ്റെ മുള്ളാണ്. കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറി വെക്കുന്നതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചൂരമീൻ കറി വെക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആ എണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കും. ചൂടായി വന്നിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 7-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട്, ഞാനിപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്, ഒരു ചെറിയ സവാളയും ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളതാണ്. അതുകൊണ്ടൊരു സവാളയും കൂടെ ഇടുന്നുണ്ട്. ഇതിലൊരു 4-5 പച്ചമുളക്. ഉള്ളി നല്ലപോലെ ഒന്ന് കാടി വരട്ടെ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളി എടുക്കും. ഒരു വലിയ തക്കാളിയാണ്. ഇതൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഞാനിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. ഞാനിവിടെ അരപ്പെന്ന് പറയുന്നത് ഞാനൊരു അരപ്പിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, ആൾ പർപ്പസ് കറി എന്നും പറഞ്ഞു. എല്ലാ കറിക്കും ഉപയോഗിക്കാവുന്ന ഒരു അരപ്പ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആ അരപ്പാണ് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. അരപ്പ് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത്തിരി കുറുകിയിരിക്കുകയാണെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിന് മുന്നേ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ കുടംപുളി ഇട്ടില്ല. ആ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. 3-4 കഷ്ണം കുടംപുളി ഇടുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. മീൻ ഇട്ട് കൊടുക്കാം. ഉള്ളേക്കാരി എങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കുക. ഞാൻ മീൻ കുറച്ച് പുളിവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോകാനായിട്ട്. ചെറിയ മീനായതുകൊണ്ട് വലിയ കഷ്ണങ്ങളൊക്കെ കുറവാണ്. വറുത്തരച്ച കറിയാണ്ട് 2 ദിവസമൊക്കെ വെച്ചിരിക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്തൊന്ന് പറ്റട്ടെ. നടച്ചു വെച്ചു. നമ്മുടെ ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. അത് നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ, ഉരുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പൊടി ഉപയോഗിച്ചാണ്, തേങ്ങ വറുത്ത് വെച്ചിരുന്ന ഒരു പൊടി ഉപയോഗിച്ചാണ് ഈ കറി നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാ കറിക്കും നല്ലതാണ്. ഇറച്ചിക്കറിക്കോ മുട്ടക്കറിക്കോ അതുപോലെ തന്നെ പച്ചക്കറി ഒക്കെ തീയൽ വയ്ക്കാനോ ഒക്കെ ഈ അരപ്പ് നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും ആവശ്യം അനുസരിച്ചുള്ള 1-2 ഐറ്റംസ് ചേർക്കാം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ എക്സ്ട്രാ ആയിട്ട്. ബാക്കി ആ പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.